വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിലാണ് നിൽക്കുന്നത്. ആ സപ്പോർട്ട് ഏരിയയിലേക്ക് ഇന്നും ഓപ്പൺ ചെയ്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എനിവേ എവിടെ വരെ വരും എന്നുള്ളത് നല്ലൊരു കൺഫ്യൂഷനാണ്. കാരണം സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആയതുകൊണ്ട് തന്നെ. എന്നിരുന്നാലും ഇന്നലത്തെ ഒരു ക്യാൻഡലിന്റെ ലോയിനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ നിൽക്കുന്ന ഒരു ഏരിയയിലും അത്യാവശ്യം മോശമില്ലാത്തൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അതിനെയും അവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാനും സാധ്യതയുണ്ട്. ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഇന്നലത്തെ ഹൈനെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ അതുപോലെ തന്നെ അതിന്റെ പ്രീവിയസ് ഡേയിൽ ക്രിയേറ്റ് ചെയ്ത ഹൈനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ട് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് നോക്കാം. വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം. ആദ്യം സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. 110,650 ആൻഡ് 118,885. അടുത്തത് 114,990, 116,209. അടുത്തത് 119,812, 121,047. ഇനിയുള്ളത് ഓൾ ടൈം ഹൈ ആണ്. 123,277 ആണ് വരുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒന്ന് രണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയകൾ വരയ്ക്കാനുണ്ട്. ആദ്യമായിട്ട് വരയ്ക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ലെവല് നോക്കിയാൽ കാണാം ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത ഒരു ലെവലാണ്. ആ ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഏരിയ ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി 50 മിനിറ്റ്സിന്റെ അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. അതിന്റെയും കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ഇവിടെ റെസിസ്റ്റൻസും നേരത്തെ വരച്ച റെസിസ്റ്റൻസും അത് ഇപ്പോൾ വരച്ചത് സപ്പോർട്ട് ഏരിയ ആണ്. ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഇതിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരു ഏരിയയും കൂടി ഈ ഒരു ലെവലിൽ കിട്ടുന്നുണ്ട്. ഒരു റെസിസ്റ്റൻസ് ഏരിയയും കൂടി കിട്ടുന്നുണ്ട്. അതിനെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എൻട്രി സാധ്യത എന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂഷൻ ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് നല്ലൊരു സപ്ലൈ നടന്നൊരു ലെവലാണ്. അപ്പോൾ അവിടേക്ക് കയറി വരുന്ന സമയത്ത് എവിടെ നിന്നായാലും മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് വീണ്ടും വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഒത്തിരി കൺഫ്യൂഷൻ ആണ്. എന്നിരുന്നാലും ചിലപ്പോൾ ഇവിടേക്ക് ബ്രേക്ക് ചെയ്തതിന് ശേഷം പതിയെ പതിയെ ബിൽഡ് ചെയ്ത് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഇവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയതിന് ശേഷം, അതായത് ഈ ഒരു റേഞ്ചിന്റെ മുകളിൽ ബ്രേക്ക് ഔട്ട് കിട്ടി മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഒരു ബൈ എൻട്രി എടുക്കാൻ ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടം വരെ ഏറെക്കുറെ ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ആ റെസിസ്റ്റൻസ് ഏരിയ എന്നൊക്കെ പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. നോക്കിയാൽ കാണാം പല തവണ മാർക്കറ്റ് അവിടെ നിന്ന് വന്ന് താഴോട്ടേക്ക് ഇറങ്ങിയതാണ്. അപ്പൊ അവിടേക്ക് എത്തുന്ന ഒരു സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് നല്ലൊരു റിയാക്ഷൻ താഴോട്ടേക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൈനർ പുൾ ബാക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു കൺഫർമേഷൻ എടുത്തിട്ട് ചെറിയ എൻട്രി അവിടെ നിന്ന് നോക്കാം. അല്ല ഇവിടെ നിന്ന് ഡയറക്റ്റ് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ പിന്നെ വീണ്ടും മിക്കവാറും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന ഓൾ ടൈം ഹൈനെ തന്നെയായിരിക്കും. അതിന്റെ ഇടയിൽ 50 മിനിറ്റ്സിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്നുള്ളത്
ഈ ഒരു ലെവലും 2 ഇവിടെയാണ്. ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതെന്നും കൂടി നോക്കുക. ചിലപ്പോൾ ചെറിയ പുൾ ബാക്കുകൾ കിട്ടും. അപ്പോൾ പുൾ ബാക്കിൽ സെൽ എൻട്രി എടുക്കാം. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങി നല്ലൊരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരു ബൈ എൻട്രി എടുക്കാവുന്നതാണ്. ഇനിയൊരു സെൽ എൻട്രി എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ആണ് സെൽ എൻട്രി എന്ന് പറയുന്നത്. അപ്പോഴും ഈ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ്. നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയൊരു ലെവലാണ്. സോ അപ്പൊ ഇവിടെ നിന്നൊരു ചിലപ്പോൾ ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം കുറച്ച് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അവിടെ നിന്നും കൺഫർമേഷൻ എടുക്കുക. അല്ലെങ്കിൽ ഇതൊരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് തന്നിട്ട് മുകളിലോട്ട് പോവാം. അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് തന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ വന്നിട്ട് ഒരു വീഴ്ച വരികയാണെങ്കിൽ ആ വീഴ്ചയെ ഫോളോ ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു എൻട്രി പ്ലേസ് ചെയ്യാവുന്നതാണ്. ഒരു സെൽ എൻട്രി പ്ലേസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് ഏരിയാസ് ഒന്ന് ഈ ലെവലിൽ ശ്രദ്ധിക്കണം. 2 നോക്കിയാൽ കാണാം ഇവിടെയൊക്കെ FEGകളുള്ളതാണ്. ഇതിലും FEGകളുള്ളതാണ്. സോ ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരു പക്ഷേ മുകളിലോട്ടും താഴോട്ടേക്കൊക്കെ ഇങ്ങനെ നിന്ന് കളിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. സോ അവിടെയൊക്കെ വരുന്ന സമയത്ത് എന്തായാലും മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ BTCയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന എല്ലാവരും കൃത്യമായി ഏരിയാസ് മാർക്ക് ചെയ്ത് പറഞ്ഞ ഏരിയാസിലൊക്കെ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്.